ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനന്തമായ ദൈവസ്നേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാചരിക്കുന്ന വലിയ ദിവസം. ഈ അനുഗ്രഹ ദിനത്തിൻ്റെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നേരുന്നു. മനുഷ്യരക്ഷയ്ക്കായി കാൽവരി മലയിൽ കുരിശിലേറ്റപ്പെട്ടവന്റെ ശബ്ദം ഘനീഭവിച്ച് മുഴങ്ങി. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ നീതി, സ്നേഹം, ലോകപാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരം, സർവോപരി ദൈവഹിതം മുഴുവൻ പൂർത്തിയായി. നൂറ്റാണ്ടുകൾ പിന്നിട്ട ആ ശബ്ദം ഇന്നും കാതുകളിൽ മാറ്റലിക്കൊള്ളുന്നു. യേശുനാഥന്റെ ത്യാഗോജ്ജലമായ ജീവാർപ്പണം നമുക്ക് രക്ഷയും മോചനവും നിത്യജീവനും പ്രദാനം ചെയ്തു. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒറ്റനോട്ടത്തിൽ ഒരു പരാജയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ജീവിതമാണ് ക്രിസ്തുവിൻ്റേത്. ഉടുതുണി പോലും ഉരിയപ്പെട്ട് പടുമരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നവൻ, പക്ഷേ എല്ലാ ക്രിസ്ത്യ ദേവാലയങ്ങളിലും അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ലോകദൃഷ്ടിയിൽ ഒരു പരാജയം തോന്നിപ്പിക്കുന്ന ആ കുരിശുരൂപമാണ്. കാരണം അറിയാമോ? ആ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ അവിടെ നാം വേദനിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നു. കണ്ണീരിന് അർത്ഥമുണ്ടെന്ന് പറയുന്ന ദൈവം, വേദന ശാപമല്ലെന്ന് പറയുന്ന ദൈവം, നീ വേദനിക്കുമ്പോൾ നിന്നോടുകൂടെ വേദനിക്കുന്ന ഒരു ദൈവം. കുരിശിലേറ്റപ്പെട്ട ആ ദൈവസ്നേഹമാണ് കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളിലും ഈ തിരുസഭയ്ക്ക് തൻ്റെ പ്രയാണം തുടർന്നുകൊണ്ട് പോകുന്നതിന് ശക്തി പകർന്നത്. ഇനി മുന്നോട്ടുള്ള നാളുകളിലും അതേ ശക്തി പകർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയാണ്. സഹിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുക? അത് സാമീപ്യത്തിലൂടെയാണ്, സാന്നിധ്യത്തിലൂടെയാണ്. നമ്മുടെ കർത്താവിൻ്റെ കുരിശുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വേദന അത്ര വലുതല്ല. ഈ കുരിശിന് മുന്നിൽ നിൽക്കുമ്പോൾ ഏത് വേദനയും സഹിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. വേദനിക്കുന്ന ഒരുവനും പരാതി പറയാൻ പാടില്ല. ഇത്രയും ദുഃഖം ഞങ്ങൾക്കുണ്ടല്ലോ, നീ ഞങ്ങൾക്ക് വേദന തന്നല്ലോ എന്ന് ആരും സങ്കടപ്പെടരുത്. അത്രമാത്രം അവൻ കുരിശിൽ സഹിച്ചു. പക്ഷെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരമൊക്കെ പരാതി പറയാറുണ്ട്. യേശു നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചു. ഇതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചിരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്കും വേദനകൾക്കും പരിഹാരമായി അവിടുന്ന് പീഡ സഹിച്ച് മരിച്ചു. അതുകൊണ്ട് എൻ്റെ വേദനകൾക്ക് എന്ത് പരിഹാരം? എൻ്റെ പാപങ്ങൾക്ക് എന്ത് മോചനം? പ്രാർത്ഥനയെ ലോജിക്കുകളുടെ ത്രാസിൽ ഇട്ട് നമ്മൾ അളക്കാൻ പരിശ്രമിക്കരുത്. ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അമ്മ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് എന്ത് ലോജിക്കാണ് ഉള്ളത്? ജയിലിലായിരിക്കുന്ന മകനെ ഓർത്ത് കിടക്ക ഉപേക്ഷിച്ചും അവന് കിടക്കയില്ലോ എന്ന് പറഞ്ഞ് കോൺക്രീറ്റ് തറയിൽ ഉറങ്ങുന്ന അമ്മയ്ക്ക് എന്ത് ലോജിക്കാണുള്ളത്? മകന് രോഗമാണ്, അവൻ്റെ ആരോഗ്യം കാക്കണമെങ്കിൽ പുളിയിലിട്ട കഞ്ഞി മാത്രമേ കൊടുക്കാവൂ എന്ന് വൈദ്യൻ പറഞ്ഞിരിക്കുന്നു. ഒരു മീൻ കഷ്ണമില്ലാതെ ഒരു ഉരുള ഭക്ഷണം പോലും ഇറക്കാനാവാത്ത ആ പിതാവ് അവനൊപ്പം പുളിയിലിട്ട കഞ്ഞി കുടിക്കുന്നു. ഇതിനൊക്കെ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ചാൽ നല്ല ഒന്നാന്തരം വട്ട് എന്ന് വിളിക്കാനാവും. പക്ഷേ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നില്ലേ? അമ്മ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് പരീക്ഷയ്ക്ക് പോകുന്ന പയ്യന് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തറയിൽ കിടന്നുറങ്ങുന്ന അമ്മ പറയുന്നത് എന്താണ്? മകനെ, ഞാനും നിന്റെ ദുരിതത്തിൽ ഒരു ഭാഗമാകുന്നു. പുളിയിലെ കഞ്ഞി കുടിക്കുന്ന പിതാവ് മകന് നൽകുന്ന ഒരു ബലമുണ്ട്. കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല ഈ കയ്പും പുളിയും അനുഭവിക്കുന്നത്, ഞാനും നിന്നോടൊപ്പം ഉണ്ട് എന്ന ബലം. ഇനി ആ കുരിശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വലിയ ചോദ്യങ്ങളില്ല, സംശയങ്ങളില്ല, കണ്ണീര് മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം ചില സഹനങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള വലിയ ഒരു ബലമാണ് അവൻ്റെ കുരിശ് വെച്ച് നേടുന്നത്. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. മാലാഖമാരാൽ പരിസേവിതനായ സ്വർഗത്തിൽ വാഴേണ്ട രാജകുമാരനായിരുന്നു. അവൻ ഒരു മനുഷ്യരൂപം എടുക്കുവാൻ തയ്യാറായി. ഈ ഭൂമിയിൽ ഏറ്റവും കഠിനമായ എല്ലാ സാഹചര്യങ്ങൾ കൂടിയും കടന്നുപോയി. മാനസികമായും ശാരീരികമായും അവൻ പിറന്നു വീണത് വെറുമൊരു പശുത്തൊഴുത്തിൽ. അവൻ എടുത്ത ജോലി വെറുമൊരു ആശാരിയുടെ തൊഴിൽ. അവന് കൂട്ടായിരുന്നത് കുറച്ച് മീൻപിടുത്തക്കാർ. തങ്ങളുടെ രാജാവിന് ഓശാന പാടിയപ്പോൾ അവൻ വന്നത് ഒരു കഴുതപ്പുറത്ത്. സ്വന്തം സഹോദരനെ പോലെ കൊണ്ടു നടന്ന യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും എന്നറിഞ്ഞിട്ടും അവനു വേണ്ടി
പെസഹ അപ്പം ഒരുക്കേണ്ടി വന്നവൻ, നിനക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അരുമ ശിഷ്യനാൽ 3 പ്രാവശ്യം തള്ളിപ്പറയപ്പെട്ടവൻ, ഇന്നേ വരെ മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മൃഗീയമായ നിലയിൽ കൊല്ലപ്പെട്ടവൻ, മരണത്തിന് തൊട്ടു മുൻപ് തൻ്റെ നെഞ്ചിൽ കൂർത്ത കുന്തം കൊണ്ട് കുത്തിയ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ആ പടയാളിക്കും കാഴ്ച കൊടുത്തവൻ. ഈ കുരിശ് എനിക്ക് തരുന്ന ബലം അതെത്രയോ വലുതാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് മറ്റുള്ളവർ എന്നെ തള്ളിപ്പറയുമ്പോൾ ഈ കുരിശ് ചെറുപ്പക്കാരൻ പറയും, ഞാനും തള്ളിപ്പറയപ്പെട്ടവനാണ് കേട്ടോ. എന്നെ ചിലർ വഞ്ചിച്ചു എന്ന് ഞാൻ നെടുവീർപ്പെടുമ്പോൾ അവൻ പറയും, ഞാനും വഞ്ചിക്കപ്പെട്ടവനാണ്. മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് എന്നെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ അവൻ്റെ നെഞ്ചിലെ മുറിപ്പാട് എന്നോട് പറയുന്നു, എന്നെ മുറിയപ്പെടുത്തിയവനെ അനുഗ്രഹിച്ചവനാണ് ഞാൻ. ആകുലതകൾ കൊണ്ട് എൻ്റെ ജീവിതം വഴിമുട്ടുന്നു എന്ന് ഞാൻ കരുതുമ്പോൾ അവൻ പറയും, ആകുലതകൾ കൊണ്ട് ഗത്സമൻ തോട്ടത്തിൽ ചോര വിയർത്തവനാണ് ഞാൻ. അതെ, ഈ കുരിശ് പറയുന്നത് ഇത്ര മാത്രമാണ്, നീ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല, ഞാനുമുണ്ട്. പെസഹ രാത്രി ഈശോ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അത് വെറുതെ അപ്പവും വീഞ്ഞും കുടിക്കൽ മാത്രം അല്ല, മറിച്ച് അവൻ മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ ആഴമായി സ്നേഹിക്കുക, അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക, അവൻ ബലമായതുപോലെ നമ്മൾ മറ്റുള്ളവർക്കും ഒരു ബലമാകുക. കുരിശ് ആ യുവാവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അയാൾ മരിച്ച ആ കുരിശിൻ്റെ മറുപുറം എനിക്കും നിനക്കുമായി കാത്തിരിക്കുന്നു. നമ്മളിൽ നിന്നും ഒരു ക്രിസ്തു ഉണ്ടാകട്ടെ. ഓർമ്മപ്പെടുത്തൽ, നമ്മുടെ സഹനങ്ങളിൽ നാം തനിച്ചല്ല. കുരിശെടുത്ത് കർത്താവ് നമ്മെ അനുഗമിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. സർവശക്തനായ ദൈവം നമ്മുടെ സഹന നിമിഷങ്ങളിൽ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. അവിടുന്ന് പാതി വഴിയിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുധാവനം ചെയ്യുന്നവനാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റുപറയാം, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ അഭിഷേകവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.